ഇതാണ് കഴിഞ്ഞ വർഷം സാംസങ് പുറത്തിറക്കിയ അവരുടെ A54 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. എന്നാൽ അതിന്റെ പിൻഗാമിയായിട്ട് ഈ വർഷം സാംസങ് അണിയിച്ചൊരുക്കുന്ന A55 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇത് എന്റെ കയ്യിലിരിക്കുന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് A54ൽ നിന്ന് A55ലേക്ക് വന്നപ്പോൾ സാംസങ് നൽകിയിരിക്കുന്നത്? ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലാം തികഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആണോ? എന്റെ അഭിപ്രായത്തിൽ എല്ലാം തികഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ അല്ല A55. എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ നേട്ടങ്ങളെന്നും കോട്ടങ്ങളെന്നും പരിശോധിക്കാം. ആദ്യം നമുക്ക് A54ൽ നിന്ന് A55ലേക്ക് ഫിസിക്കലി വന്ന അല്ലെങ്കിൽ ഡിസൈൻ വൈസ് വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് A54നകത്ത് പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരുന്നു സാംസങ് നൽകിയിരുന്നെങ്കിൽ ഇവിടെ A55ലേക്ക് വന്നപ്പോൾ അത് മെറ്റാലിക് ഫ്രെയിം നൽകി കുറച്ചുകൂടി ഒരു ബിൽഡ് ക്വാളിറ്റി സാംസങ് നൽകിയിട്ടുണ്ട് ഇത്തവണ A55ൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിന്റെ ഒരു ഡിസൈനിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു മെറ്റാലിക് ഫ്രെയിം വന്നപ്പോൾ ഇവിടെ ഈ ഒരു വോളിയം റോക്കേഴ്സിന്റെയും പവർ ബട്ടന്റെ അടുത്ത് ഒരു ചെറിയ പ്രൊജക്ഷൻ നമുക്ക് ഇപ്പോൾ കാണാം. ഇതിന്റെ ഒരു ബാക്ക് ഡിസൈനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ഫോണുകളും ഒരേപോലെ ഇരിക്കുകയാണ്. ബാക്കിൽ ഇത്തരത്തിൽ 3 ക്യാമറകൾ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം, ഇവിടെ സാംസങ് എഴുതിയിട്ടുണ്ട്. ബാക്കും ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും സാംസങ് A55ൽ നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി കഴിഞ്ഞ വർഷത്തേക്കാൾ സാംസങ് ഈ ഒരു ഫോണിനകത്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെറ്റാലിക് ഫ്രെയിം ഒക്കെ ഇത്തവണ കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ഭാരം ഈ ഒരു സ്മാർട്ട് ഫോണിന് കൂടിയിട്ടുണ്ട്. 213 ഗ്രാമാണ് ഇപ്പോൾ A55നുള്ളത്. കയ്യിൽ പിടിക്കുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഒരു 3-4 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഓക്കെ ആകും എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഫോണിന്റെ താഴെ ഇത്തരത്തിൽ ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ടും അതുപോലെ സിം ട്രേ മുകളിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ്, ഒരു നാനോ സിം കാർഡ് ഇതിനകത്ത് ഉപയോഗിക്കാം. ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ A54ന്റെ ഡിസ്പ്ലേയിൽ നിന്നും ഒരു 0.2 മില്ലിമീറ്റർ ഇതിന്റെ ഡിസ്പ്ലേ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് കണ്ടില്ലേ, A55ന് ഒരു അല്പം കൂടി ഹൈറ്റ് A54നേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് ഇത്തരത്തിൽ 0.2mm വർദ്ധിപ്പിക്കാൻ സാംസങ്ങിന് സാധിച്ചിരിക്കുന്നത്. ഒരു യൂണി ബെസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചുറ്റും ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇതിന്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. എന്തിനായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു ഫോണിലും നൽകിയിരിക്കുന്നത്. നമുക്കറിയാം മറ്റ് പല സ്മാർട്ട് ഫോണുകൾക്കും ഡിസ്പ്ലേ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് സാംസങ്. അതുകൊണ്ട് തന്നെ സാംസങ് ഫോണുകൾ അതിനി 15,000 രൂപയിൽ താഴെ വിലയുള്ള സാംസങ് ഫോണുകൾ ആയാൽ പോലും അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അത്തരത്തിൽ ഇവിടെയും സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ 120 ഹെർട്സിന്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ A54ൽ നിന്ന് ഇത്തവണ ബ്രൈറ്റ്നസ് കാര്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1650 നിറ്റ്സ് ആണ് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ A54ൽ അത് 1000 നിറ്റ്സ് ആയിരുന്നു. ബാറ്ററി ഒക്കെ കഴിഞ്ഞ വർഷത്തേത് പോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും 5000 mAh ബാറ്ററിയും അതുപോലെ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഫോണിന്റെ ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല. ക്യാമറയിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷത്തെ A54ന്റെ സെയിം ക്യാമറ സെറ്റപ്പ് ആണ് നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചാൽ, അതായത് 50 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ, ഇങ്ങനെ പോകുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെയും ക്യാമറ സെറ്റപ്പ്. എന്നാൽ ക്യാമറയിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ടെന്ന് സാംസങ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സൂപ്പർ HDR വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഐഫോണിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള HDR വീഡിയോകൾ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ വിഭാഗം ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരവധി ഫോട്ടോകൾ എടുത്തു, വീഡിയോകളൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടോൺ ആണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈക്ക് ഇമേജുകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഓവർ സാച്ചുറേറ്റഡ് ഒന്നും അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോ ലൈറ്റ് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയുമാണ്. അതിമനോഹരമായിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് എടുത്ത ഫോട്ടോകളും വീഡിയോകളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്തായാലും ഫോട്ടോ വിഭാഗത്തിലും വീഡിയോ വിഭാഗത്തിലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇത്തരത്തിൽ 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അത് ബാക്ക് ക്യാമറയുടെ പ്രധാനപ്പെട്ട സെൻസർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, അതുപോലെ വൈഡ് ആംഗിൾ സെൻസറിലും അതുപോലെ ഇതിനകത്ത് 2Xലും എല്ലാം നമുക്ക് ഇത്തരത്തിൽ 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. ഈവൻ സെൽഫിയിലേക്ക് വന്നാൽ പോലും നമുക്ക് 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഈ പറയുന്ന വൈഡിലും നോർമൽ സെൻസറിലും അതുപോലെ സെൽഫി ക്യാമറയിലും എല്ലാം 4K 60 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗിംഗ് ക്യാമറ ആയിട്ട് വേണമെങ്കിൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. ഫുൾ 4K 30 നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ വിഭാഗം എന്തായാലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സമ്മാനിക്കുന്നത്. സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞാൽ കുറച്ചുകൂടി ഇംപ്രൂവ് ആകാമെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഒരു ഷാർപ്പ്നെസ് സെൽഫി ഫോട്ടോയ്ക്ക് നൽകിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെന്റർ പഞ്ചോൾ ക്യാമറയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ സെൽഫി ഫോട്ടോയും സെൽഫി വീഡിയോയും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു ഷാർപ്പ്നെസ് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഷേക്കില്ലാതെ മികച്ച വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് സാംസങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെടാതെ പോയ ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു ഫോണിനകത്ത് സോഫ്റ്റ്വെയർ സൈഡിൽ One UI 6.1 ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് കൊടുത്തിരിക്കുന്നത്, സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 14 നൽകിയിട്ടുണ്ട്. അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. ഓർക്കുക, ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റ് സ്മാർട്ട് ഫോണാണ്. അതായത് ഒരു
40,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എന്നിട്ടും സാംസങ് ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ആമസോൺ, സ്നാപ്ചാറ്റ്, ഫോൺ പേ, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ്, ഡെയിലി ഹണ്ട്, ട്രൂ കോളർ, ഇങ്ങനെ പോകുന്നു ആ ആപ്ലിക്കേഷൻ. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ ഇത്തരം ബ്രാൻഡുകൾ സത്യം പറഞ്ഞാൽ ഇത്തരം ബ്ലോട്ട് വേസുകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഒരു ഫോണിനകത്ത് സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാതെ പോകുന്നു. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രധാനപ്പെട്ട 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടും. നിലവിൽ ആൻഡ്രോയിഡ് 14 ആണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് 18 വരെയുള്ള അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്ത് കിട്ടും. 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ നൽകുന്നതിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡാണ് സാംസങ്. അത് ഈ ഒരു ഫോണിനകത്തും അതുപോലെ തന്നെ അവർ തുടരുന്നുമുണ്ട്. ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലേക്ക് വന്നാൽ നമുക്ക് വീഡിയോ വ്യൂയിങ് ഒക്കെ അതിമനോഹരമാണ്. കാരണം അറിയാലോ, സാംസങ്ങിന്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഈ സെന്റർ പഞ്ച് ഹോൾ ക്യാമറ അതൊക്കെ ആ ഒരു ദൃശ്യ അനുഭവത്തെ മറക്കുന്നില്ല. അതുപോലെ ഈ ഒരു ബസലുകളൊക്കെ താരതമ്യേന കുറവാണ്. മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. കൂടാതെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, നല്ല സ്റ്റീരിയോ സെപ്പറേഷനും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ വിഭാഗവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉഗ്രൻ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കഴിഞ്ഞ വർഷത്തെ A54 പോലെ തന്നെ ഇതിനകത്തും IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്തൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന് വരില്ല. കൂടാതെ ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ NFC സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാപ്പ് ടു പേ എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ പേ വഴി പോലും നമുക്ക് ഫോൺ NFC സപ്പോർട്ടുള്ള മെഷീനുകൾ ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഈ ഒരു സ്മാർട്ട് ഫോൺ അതുകൊണ്ട്. അതുപോലെ ഗൂഗിൾ വാലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഡിജിറ്റൽ ഐഡികൾ, പ്രധാനപ്പെട്ട വാഹനങ്ങളുടെയൊക്കെ ഡോക്യുമെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാലറ്റിനകത്ത് നമുക്ക് ഡിജിറ്റലി സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ കുറച്ചുകൂടി സെക്യൂരിറ്റി നൽകുന്നുണ്ട്. സാംസങ് വോൾട്ട് പോലുള്ള സംവിധാനങ്ങൾ വഴി മികച്ച ഒരു സെക്യൂരിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നുണ്ട്. ഈവൻ വോൾട്ടേജ് വ്യതിയാനങ്ങൾ ചാർജിങ്ങിൽ ചെയ്യുമ്പോൾ പോലുമുള്ള കംപ്ലൈന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചറുകൾ പോലും ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ടെന്നാണ് സാംസങ് ആവശ്യപ്പെടുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡാണ്. ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. സാംസങ്ങിന്റെ സ്വന്തം പ്രോസർ ആയിട്ടുള്ള എക്സിനോസ് 1480 എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് സാംസങ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കുറ്റമൊന്നും എക്സിനോസിനെ പറയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം A54 എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് സാംസങ്ങിന്റെ 1380 എന്ന എക്സിനോസ് പ്രോസർ ആയിരുന്നു നൽകിയിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന പ്രോസറാണ് നൽകുന്നത്. എക്സിനോസ് പ്രോസസർ A54 നൽകിയിട്ടും A54 ഒരു വിജയമായിരുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എക്സിനോസ് പ്രോസസറിനെ സാധാരണ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പുച്ഛമാണ് പലപ്പോഴും. സ്നാപ്ഡ്രാഗൺ ആണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം. മീഡിയ ടെക് പോലും നമുക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ അത് പലപ്പോഴും തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു 4nm പ്രോസറാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ A54 ഇരുന്നത് ഒരു 5nm പ്രോസറാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ A54 നിന്ന് പെർഫോമൻസിൽ കുറച്ചുകൂടെ ബൂസ്റ്റ് സാംസങ് A55 വരുത്തിയിട്ടുണ്ട് ഈ ഒരു പ്രോസർ ചേഞ്ചിലൂടെ. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഇതിനകത്ത് ഒരു എക്സിനോസ് പ്രോസർ മാറ്റി ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്കും പറയാനുണ്ട്. അതുപോലെ തന്നെ റാം ടൈപ്പ് ഒക്കെ ലേറ്റസ്റ്റ് ആണ്. LPDDR5X റാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്തവണ ബേസ് വേരിയന്റിൽ തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 6GB സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ 8GB ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം നമുക്ക് 12GB 256 വരെയുള്ള ഒരു വേരിയന്റും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ലഭിക്കും. ഈ ഒരു എക്സിനോസ് 1480 എന്ന് പറയുന്ന പ്രോസർ ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ച് നോക്കി. ഡേ ടു ഡേ പെർഫോമൻസിനൊന്നും യാതൊരു വിഷയമില്ല. ഗെയിമിങ്ങിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം ഞാനൊരു 4-5 ദിവസമായിട്ട് എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വരികയാണ്. യാതൊരുവിധ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ ഒരു പ്രോസർ സമ്മാനിച്ചില്ല എന്നുള്ളൊരു സത്യമാണ്. നല്ല സ്മൂത്ത് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫോട്ടോയൊക്കെ കൂടുതൽ സമയം നമ്മൾ എടുക്കുമ്പോൾ, ക്യാമറയൊക്കെ കൂടുതൽ സമയം എടുക്കുമ്പോൾ ഫോൺ ചെറുതായിട്ടൊന്ന് വാം ആവുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് ഹൈയിലും ആണ് സെറ്റിംഗ് കിട്ടുന്നത്. അതിൽ കൂടുതലുള്ള ഒരു ഫ്രെയിം റേറ്റിലേക്ക് പോകുന്നില്ല. ഗെയിമിങ് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ. ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കളിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രധാനമായിട്ടും 2 നിറങ്ങളാണ് ലഭ്യമാവുന്നത്. ഐസ് ബ്ലൂ എന്ന് പറയുന്ന കളർ വേരിയന്റിലും നേവി ലൈലാക്ക് എന്ന് പറയുന്ന ഒരു കളർ വേരിയന്റിലും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. കഴിഞ്ഞ വർഷത്തെ സാംസങ് A54 നിലവിൽ നമുക്ക് അതിന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് 35,499 രൂപ, 35,500 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ A55 എന്ത് വിലയാകും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 35,499 രൂപയേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 54 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് അന്ന് സാംസങ് പുറത്തിറക്കിയത്. പിന്നെ 5,000-ഓളം വില കുറഞ്ഞു വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു 35,500 രൂപയിൽ എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ A55 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഒരുപക്ഷെ സാംസങ് പുറത്തിറക്കുക എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുന്നതെങ്കിൽ ഒരു 39,999 രൂപയ്ക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് ലോഞ്ച് ചെയ്യും. പക്ഷേ സാംസങ് ഈ ഒരു ഫോൺ എത്ര പ്രൈസ് കൊടുത്തിരിക്കുന്നു എന്ന് എനിക്ക് നിലവിൽ അറിയില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം.